എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ജന്തർ മന്ദിറിൽ നടന്ന ഈ ജൻസികളുടെ സമരത്തിൻ്റെ മറവിൽ മുങ്ങിപ്പോയ വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വളരെ നിർണായകമായ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ, ഏകദേശം ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന്, ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ അപ്പുറം അമേരിക്കൻ സൈന്യം വന്നു എന്നുള്ള വളരെ നിർണായകമായ ഒരു വാർത്ത. ശരിക്കും ജനങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലും മെയിൻസ്ട്രീം മീഡിയയിലും ഈ ജൻസി പ്രൊട്ടക്ഷൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇത്തരം വളരെ ഗൗരവമുള്ളൊരു വാർത്ത ശരിക്കും മിസ്സായി പോയതാണ്. മാധ്യമങ്ങൾ മനഃപൂർവ്വം അത് മറച്ചു വെച്ചതാണ്. അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ ഈ ജൂലൈ 19 തൊട്ട് ജൂലൈ 31 വരെ ബംഗ്ലാദേശ് സൈന്യവും അമേരിക്കൻ സൈന്യവും, ഏകദേശം 100 അമേരിക്കൻ സൈനികരും 100 ബംഗ്ലാദേശ് സൈനികരും ചേർന്നിട്ട് ഓപ്പറേഷൻ ലൈറ്റ്നിങ് എന്ന് പേരുള്ള ഒരു ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് നടത്തിയിരുന്നു. അതായത് കിഴക്കൻ ബംഗ്ലാദേശിൻ്റെ കിഴക്കൻ സിൽഹട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ ബോർഡറിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അപ്പുറം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ ജൻസികളുടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു. രാജ്യം കത്തിക്കാൻ വേണ്ടിയിട്ട് പല ആംഗിളിൽ നിന്നും ഇവർക്ക് സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ ബംഗ്ലാദേശ് അമേരിക്കൻ സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ വന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എന്തായിരുന്നു പരിപാടി? അതായത് ഈ ഓപ്പറേഷൻ ടൈഗർ ലൈറ്റ്നിങ് എന്ന് പറയുന്ന ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസ് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. അത് വർഷാവർഷം, ചിലപ്പോൾ 2 വർഷം കൂടുമ്പോൾ നടത്തുന്ന. ഇതിനു മുന്നേ 2024 നടത്തിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ 2022 നടത്തിയിട്ടുണ്ടായിരുന്നു, 2023 നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാലാകാലങ്ങളായിട്ട് ബംഗ്ലാദേശും അമേരിക്കൻ സൈനികരും ചേർന്നിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷനിൽ അമേരിക്കൻ സൈനികർ വളരെ ലേറ്റസ്റ്റായ അഡ്വാൻസ്ഡായ സർവേയിങ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് അവർ ഈ മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ഒരു ജോയിൻറ്റ് മിലിറ്ററി ഓപ്പറേഷൻ നടത്തുമ്പോൾ എന്താണ്, പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കുക, എങ്ങനെയാണ് പുതിയ യുദ്ധമുറകൾ പരിശീലിക്കുക, ഇതൊക്കെയായിരുന്നു പ്രാക്ടീസ്. യൂഷ്വലി എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ഫോളോ ചെയ്യുക. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഏറ്റവും ലേറ്റസ്റ്റായ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സർവേയിങ് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടായിരുന്നു അവർ അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ കാര്യങ്ങളായിരുന്നു അവർ പ്രാക്ടീസ് ചെയ്തത്. ഇന്ത്യൻ ഇൻ്റലിജൻസിന് ഇത് വ്യക്തമായ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഇൻ്റലിജൻസ് അവിടെ നടക്കുന്ന മിനിറ്റ് ബൈ മിനിറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ പറയുന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ചാൽ, ഈ ബംഗ്ലാദേശ് ആർമിയിൽ തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സ്പൈകൾ ഉണ്ട് എന്നാണ്. നമ്മൾ ദുരന്തർ സിനിമയിലൊക്കെ കണ്ടില്ലേ, സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത അമേരിക്കൻ സൈനികർ ആരൊക്കെയാണ്, അവരുടെ പേരും നാളും അവരുടെ പിൻകോഡ് അടക്കം, അമേരിക്കയിൽ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്, അമേരിക്കയിൽ അതായത് ആർമിയിൽ എന്തൊക്കെ ഡെസിഗ്നേഷൻ അവർ വഹിച്ചിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ പക്കൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എന്തിനായിരിക്കാം ഇത്തരത്തിലൊരു സാഹചര്യം, അതായത് ഈ ഒരു സാഹചര്യം തന്നെ ഈ ഒരു ജോയിൻറ്റ് മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി തിരഞ്ഞെടുത്തത്? അതിന് ഒരുപാട് മാനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യ ഇപ്പം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ വളരെ ഗുരുതരമാണ്. നമ്മൾ വളരെ ദുർഘടം പിടിച്ച ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഫേസിലൂടെ കടന്നു പോവുകയാണ്. അത് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, നമ്മളെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി അമേരിക്കൻ ശക്തികൾ ഉണ്ടാകും. അതായത് അവർ ഏതറ്റം വരെയും പോകുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇന്ത്യൻ സർക്കാരിന് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജൻസി പ്രൊട്ടക്ഷനൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ഇവിടെ സർക്കാരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുക, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുക, ഇത് തന്നെയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാം ജൻസി പ്രൊട്ടക്ഷന് വേണ്ടി ആരെ ഫണ്ട് ചെയ്യുന്നതെന്നും ഇതിനൊക്കെ പിന്നിൽ ആരാണെന്നും വ്യക്തമായ ധാരണ ഇന്ത്യൻ ഇൻ്റലിജൻസിനും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യം അത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഈ കഴിഞ്ഞ വർഷം 2 വർഷം മുന്നെയാണ് അവിടെ ബംഗ്ലാദേശിൽ ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിലെത്തിയ ഷെയ്ഖ് ഹസീനയെ ഈ വിദ്യാർത്ഥികൾ എന്ന പേരുള്ള ജിഹാദികൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്നു. അതിനുവേണ്ടി അമേരിക്കൻ ഫണ്ട് വരുന്നു, അമേരിക്കൻ സപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ അവർ രാജ്യം വിട്ടു പോകേണ്ട ഒരവസ്ഥ വന്നിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താ കേട്ടത്? അതായത് അവിടെ വലിയ രീതിയിൽ യുവാക്കൾക്ക് ജോലി കിട്ടുന്നില്ല, യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരുന്നു ബംഗ്ലാദേശിൽ യുവാക്കളും സ്റ്റുഡൻസൊക്കെ സമരത്തിനിറങ്ങിയത്. പക്ഷേ അതായിരുന്നു ലോകം ഫുൾ ചർച്ച ചെയ്തത്. പക്ഷേ അതല്ല സംഭവം. അതിന് പിന്നിൽ വ്യക്തമായ അമേരിക്കൻ താല്പര്യമുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് തന്നെ ഷെയ്ഖ് ഹസീന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തനിക്ക് രാജ്യം വിട്ടു പോകാനുള്ള അവസ്ഥക്ക് കാര്യം അമേരിക്കയാണ് എന്ന തരത്തിൽ ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ അമേരിക്കക്ക് വലിയൊരു താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയുടെ ഈ ഏരിയയിൽ, അതായത് ബംഗ്ലാദേശ്, നേപ്പാൾ, ആ ഒരു ഏരിയയിൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ത്യയും ചൈനയും നേരിടുക. അതായത് ഭാവിയിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ, അമേരിക്കക്ക് പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും. ഇപ്പോൾ ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ എമേർജ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ ലാർജസ്റ്റ് എക്കണോമിയായി മാറിയിരിക്കുകയാണ്.
അപ്പോൾ സമസ്ത മേഖലകളും, അതായത് ഇന്ത്യ ഈ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ ആയുധങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കുന്ന ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേറി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് അന്താരാഷ്ട്ര ആയുധ വിപണിയിൽ വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കയുടെയും ചൈനയുടെയൊക്കെ ആയുധങ്ങളായിരുന്നു. അപ്പോൾ അത് നിഷ്പ്രയാസം ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ കൊണ്ട് നിഷ്പ്രയാസം ഇല്ലാതാക്കി. അത് വെറും 3 ദിവസം കൊണ്ട് ഇവർ ചുരുട്ടിക്കെട്ടി. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ആയുധ മാർക്കറ്റിൽ ഇന്ത്യക്ക് വലിയൊരു മൈലേജ് ഉണ്ടായി. അപ്പോൾ അതെന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ ഇപ്പോൾ തന്നെ പല പല രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ പല ആയുധങ്ങൾക്കും ബ്രഹ്മോസ് പോലെയുള്ള പല പല ബ്രഹ്മോസിന് ലൈറ്റ് വേർഷനൊക്കെ ഒരുപാട് ഓർഡറുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ അമേരിക്കക്ക് തന്നെ വലിയൊരു അടി ഉണ്ടായിരുന്നു. അത് അവിടെ ഐക്കോണിക് ഫൈറ്റർ ജെറ്റായ F-35 ഒക്കെ നമ്മൾ അടിച്ചിട്ടിരുന്നു അതായത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് വലിയ രീതിയിൽ, അതായത് അമേരിക്കക്ക് ഉറക്കം നഷ്ടപ്പെടുത്തിയ ഒരു പരിപാടിയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും പിടിച്ചു കെട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കി അവർക്ക് അവരുടെ സ്വാധീനം ഉറപ്പിച്ചത്. അപ്പോൾ അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തിയിട്ട്, അതായത് സോ എന്ന് പറയുന്ന നാഷൻ എന്ന് പറയുന്ന രൂപീകരിക്കാൻ വലിയ രീതിയിലുള്ള പ്ലാൻ അമേരിക്ക കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും നേപ്പാളിൻ്റെ കുറച്ച് പ്രദേശങ്ങളും ബംഗ്ലാദേശ്, ബർമ്മ എന്നീ രാജ്യങ്ങളൊക്കെ കുറച്ച് പ്രദേശങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു നേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അമേരിക്ക കുറേ കാലമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും അങ്ങനത്തെ വേൾഡ് ഈ ഫണ്ട് ചെയ്യുന്ന, അതായത് ഇത്തരം രാജ്യങ്ങൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഫണ്ട് ചെയ്യുന്ന പല പല തിമോത്തി ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടല്ലോ, TTI തിമോത്തി ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അവരൊക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള ഇത്തരം ഒരു ക്രിസ്ത്യൻ നേഷൻ എന്നൊരു കൺസെപ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെയാണ് അമേരിക്കയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ വലിയ രീതിയിൽ മണിപ്പൂരടക്കം വലിയ രീതിയിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേഷൻ്റെ കൺസെപ്റ്റ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ത്യ, ബർമ്മ, ബംഗ്ലാദേശ്, നേപ്പാൾ ഈ രാജ്യങ്ങളുടെ കുറേ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളും ഈ ബാക്കി പറഞ്ഞ രാജ്യങ്ങളുടെ കുറച്ച് ഏരിയകൾ ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാം. ഈ പീപ്പിൾ എന്ന് പറയുന്ന ഒരു പീപ്പിൾ തന്നെ, ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇപ്പം അവിടെയുണ്ട്. അത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ. അതിൽ കുക്കീസ് ഉണ്ട്, മിസോസ് ഉണ്ട്, ചിൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ഈ കമ്മ്യൂണിറ്റികളൊക്കെ ചേർന്നാണ് ഈ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. ഈ നേഷൻ അതൊരു ക്രിസ്ത്യൻ നാഷനാക്കി മാറ്റിയിട്ട് വലിയ രീതിയിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വർഷങ്ങളായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒന്ന് വലിയ രീതിയിൽ വലിയ രീതിയിൽ ഒന്ന് ഫ്യൂൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ എന്താ പറയണ്ടത് ഓപ്പറേഷൻ ടൈഗർ ലൈറ്റനിങ് എന്ന് പറയുന്ന ഒരു ജോയിൻറ്റ് മിലിറ്ററി ഓപ്പറേഷൻ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീന എന്താ പറഞ്ഞത്? ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നത് അമേരിക്കയുടെ ഈ ഒരു കൺസെപ്റ്റിനെ എതിർത്തത് കൊണ്ടാണ് എന്നാണ് ഷെയ്ഖ് ഹസീന ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ നാഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിനെ ഷെയ്ഖ് ഹസീന പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തിരുന്നു. അപ്പോൾ ആ ഒരു എതിർപ്പ് കാരണമാണ് എന്താ പറയണ്ടത് അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ജൻസി കലാപം എന്ന് പറയുന്ന രീതിയിൽ അവിടെ ഉണ്ടാക്കിയിട്ട് ജനാധിപത്യ പ്രക്രിയ അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നത്. അപ്പോൾ സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിലും ഇപ്പോൾ ഈ പാറ്റ സമരം, ഈ CJP എന്ന് പറയുന്ന പാർട്ടികളുടെ സമരവും മായി ബന്ധപ്പെട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതായത് അവർ തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്, അതിലൊരു തർക്കവുമില്ല. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ബംഗ്ലാദേശ് സമരത്തിൽ എന്താണ് സംഭവിച്ചത്. അത് അമേരിക്ക, ഖത്തർ, തുർക്കി, ഗൾഫിലെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ സമരക്കാർക്ക് ഓൺലൈൻ വഴി എന്താ പറയുക ഫുഡ് ഓർഡർ ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരെ അവരുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കോടികളാണ് അവിടെ ഒഴുക്കിയത്. അമേരിക്കയുടെ പല പല ഏജൻസികളും ഈ പല പല NGOs അതുവഴിയൊക്കെ പണം എത്തിച്ച് അവിടെ കലാപം ഫ്യൂൽ ചെയ്തത് അമേരിക്ക തന്നെയാണ്. അപ്പോൾ ഇവിടെയും ഇന്ത്യയിലും ചെയ്യുന്നത് അവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇതിനെ നോക്കിക്കാണുന്നത്. എന്ത് തന്നെയായാലും ഇന്ത്യ വലിയ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബംഗ്ലാദേശിൽ ആർമിയിലടക്കം ഇന്ത്യക്ക് ചാരന്മാരുണ്ട്. ഇതിൽ പങ്കെടുത്ത 100 ബംഗ്ലാദേശി സൈനികരും 100 അമേരിക്കൻ സൈനികരുമാണ് അവിടെ പങ്കെടുത്തത്. ഈ ജോയിൻറ്റ് മിലിറ്ററി എക്സസൈസിൽ പങ്കെടുത്ത ആൾക്കാരിൽ തന്നെ ബംഗ്ലാദേശ് സൈനികർ തന്നെയാണ് ഇന്ത്യൻ ഇൻ്റലിജൻസിന് ഇത്തരത്തിലുള്ള ഇത് ചോർത്തി കൊടുത്തുള്ള വിവരം ചില ഡിഫൻസ് സൈറ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയാലും ഇന്ത്യ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയല്ല അവൻ്റെ അപ്പൻ വന്നു കഴിഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. പഴയ ഇന്ത്യയല്ല ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അന്താരാഷ്ട്ര ആയുധ മാർക്കറ്റിൽ, വെപ്പൺ മാർക്കറ്റിൽ അമേരിക്കയുടെ എന്താ പറയേണ്ടത് അമേരിക്കയെ പോലും കിടപിടിക്കുന്ന രീതിയിലേക്ക് ആ ശ്രേണിയിലേക്ക് ഇന്ത്യ കൂടി വന്നതോടുകൂടി ഭാവിയിലൊക്കെ അമേരിക്കയുടെ ആയുധങ്ങളുടെ ഇത് കുത്തനെ ഇടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പല ആയുധങ്ങളും അതിൻ്റെ ഹിറ്റ് റേറ്റ് കാണിച്ചു കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച് അമേരിക്കയുടെയും ചൈനയുടെയും വെപ്പൺസിനൊക്കെ അതിൻ്റെ ഹിറ്റ് റേറ്റ് വെറും 0 ആയിരുന്നു. നേരെ മറിച്ച് തദ്ദേശീയമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ ഹിറ്റ് റേറ്റ്, സ്ട്രൈക്ക് റേറ്റ് 95+ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ്
അമേരിക്ക പാകിസ്ഥാൻ വിട്ട ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ജൻസി പ്രൊട്ടസ്റ്റിനിടയിൽ മുങ്ങിപ്പോയി ഈ ഒരു വലിയൊരു വാർത്ത മാധ്യമങ്ങൾ തമസ്കരിച്ചിരിക്കുകയാണ്. അത് തമസ്കരിച്ചെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ എന്താ പറയുക ഇത്തരം വാർത്തകളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല മാധ്യമങ്ങൾ. അതായത് ഇന്ത്യക്കെതിരെ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ മാത്രം പൊലിപ്പിച്ച് കാണിക്കാൻ മാത്രമേ ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാകൂ. എന്ത് തന്നെയാലും നന്ദി, നമസ്കാരം. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.